നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് ഈ റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയം, യൂണിവേഴ്സ് നിങ്ങളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഗൈഡൻസ് മെസ്സേജാണ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, നമുക്കിവിടെ ബോട്ടം ഓഫ് ഡെക്ക് സോൾമേറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി കാർഡുകൾ കൂടി പരിശോധിക്കാം. ജേർണി, വൾനിയറബിലിറ്റി, ഡിവോഷൻ, ട്രൂ ലവ്. ഓക്കെ, ഇവിടെ ഒരു കൂട്ടർക്ക് എനിക്കിവിടെ രണ്ട് തരം ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം എന്തായാലും പോസിറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പിണക്കാണ്, അല്ല അങ്ങനെ വലിയ ഒരു ഇഷ്യൂ ഉള്ള ഒരു പ്രണയമൊന്നും അല്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെയധികം ലക്കിയാണ്. കാരണം ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം, സോൾമേറ്റ്, നിങ്ങളുടെ മുൻ ജന്മത്തിൽ നിന്ന് നിങ്ങൾക്ക് വന്ന നിങ്ങളുടെ ഈ ട്രൂ ലവ് സോൾമേറ്റ് എനർജിയാണെന്നാണ് ഇവിടെ നമുക്ക് കാണുന്നത്. മാത്രവുമല്ല ഇതൊരു നിങ്ങൾക്ക് അങ്ങേയറ്റം ഡിവൈൻ, ദൈവത്തിൻ്റെ അങ്ങേയറ്റം അനുഗ്രഹത്തോടെ വന്ന ട്രൂ ലവ് ആണെന്നാണ്. നോക്കൂ, നമുക്ക് ഈ കാർഡിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലവ് ജന്മജന്മാന്തര ബന്ധങ്ങൾ എന്ന രീതിയിലാണ് ഈ കാർഡിലെ വാചകങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. പല ജന്മങ്ങളിൽ നിങ്ങൾ പ്രണയിതാക്കളായിരുന്നിരിക്കണം. ഈ ജന്മത്തിലും ആ വഴിയിലൂടെ തന്നെ ആണ് നിങ്ങൾ പോകുന്നത് എന്നാണ്. എ ഡീപ്പ് എറ്റേണൽ കണക്ഷൻ ഗോസ് ഫാർ ബിയോണ്ട് ദി സൂപ്പർഫിഷ്യൽ ആൻഡ് ദി സീൻ. അങ്ങനെയാണ് നമ്മുടെ ചില നല്ല പൂർവ്വജന്മത്തിലെ നമ്മുടെ സോൾമേറ്റ് ആയിട്ടുള്ള വ്യക്തി, അതിൻ്റെ ഒരു തുടർച്ചയാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിലും നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾക്ക്. വളരെ ലക്കിയാണ്, സോൾമേറ്റിനെയാണ്. ഇനി ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് ഈ ജന്മം ഇനി വരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഈ ബന്ധത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഫാമിലിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ റിലീജിയൻ, അങ്ങനെ എന്തെങ്കിലും കാസ്റ്റ്, റിലീജിയൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിലും അവയൊന്നും നിങ്ങളുടെ പ്രണയബന്ധത്തെ ബാധിക്കില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഡിവൈൻ ദൈവത്തിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ ബന്ധം പൂവണിയും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റ് ഒരു തരം എനിക്ക് വേറൊരു എനർജി ഇവിടെ കിട്ടിയതെന്ന് പറയുമ്പോൾ നോ കോണ്ടാക്റ്റും സെപ്പറേറ്റും ആയിട്ടുള്ള ഒരു കൂട്ടർ എനർജിയും എനിക്കിവിടെ വന്നിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ലൈഫിൽ നിന്ന് നിലനിൽക്കണം എന്ന് യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത് മാത്രമേ നമുക്ക് നിലനിൽക്കുള്ളൂ. നമ്മളെ ഏതെങ്കിലും ഒരു ബന്ധം നമ്മൾക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല, അവിടെ നമുക്ക് നമ്മളുടെ സെൽഫ് വർത്ത് നഷ്ടപ്പെട്ടു, അല്ല നമ്മുടെ വാല്യൂ കളഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥയുള്ള ബന്ധമാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധം നമ്മളെ കൂടുതൽ വീക്കാക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ലൈഫിന് ഗ്രോത്തോ നേട്ടമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരുമാതിരി പെർഫെക്റ്റ് ആവാത്ത രീതിയിൽ പോകും. അതൊരു നമുക്ക് പെർഫെക്റ്റ് അല്ല, അവിടെ അതൊരു ഇംപെർഫെക്റ്റാണ്. കാരണം നമുക്ക് വേണ്ട, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അല്ല നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസിൻ്റെ 1/4 പോലും ലഭിക്കുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അവിടെ നമ്മൾ വാട്ടർ ചെയ്ത് നമ്മൾ നിൽക്കും, നമ്മൾ വെള്ളമൊഴിച്ച് നിൽക്കും. ബട്ട് ആ ചെടിയിൽ നിന്ന് പ്രത്യേകിച്ച് കായോ ഫലമോ അല്ല നമുക്കൊരു ഗ്രോത്തോ അവിടെ നിന്ന് ഉണ്ടാകില്ല. എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്നും മുന്നോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് വേറൊരു സെൻസായി വരുന്നത്, ഇങ്ങനെയൊരു സിറ്റുവേഷനിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളിലേക്ക് ഒരു പുതിയ എനർജി, ഒരു പുതിയ പ്രണയം, ഇങ്ങനെ ഇപ്പോൾ അത്രയും ഒരു ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോയ ആളുകളും ഉണ്ടെങ്കിൽ അവർക്കൊരു പുതിയ പ്രണയം അല്ലെങ്കിൽ ഒരു പുതിയ സ്നേഹബന്ധത്തിന് വരാനുള്ള സമയം ആകുന്നതായും കാണുന്നുണ്ട്. ബട്ട് അതിന് നിങ്ങൾ ഓൾഡ് എനർജീസ്, പാസ്റ്റ് എനർജി, കഴിഞ്ഞ ഭൂതകാലത്തിന് എനർജീസിനെ റിലീസ് ചെയ്യേണ്ടതായും ഒരു കൂട്ടർ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ അതിനെ റിലീസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് ട്രൂ ലവ് എനർജി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഹൈലി എന്താണ് സോൾമേറ്റ് എനർജി എന്ന് ഞാൻ മുമ്പേ ഒരു കൂട്ടം ആളുകളുടെ പറഞ്ഞത്. കാരണം നിങ്ങൾ ജന്മജന്മാന്തരമായി കാർഡുകൾ കിട്ടിയ പ്രകാരം ഭയങ്കര ആത്മബന്ധമുള്ള ഒരു ഭയങ്കര അങ്ങേയറ്റം ആത്മബന്ധമുള്ളൊരു പ്രണയ ജീവിതം മുന്നോട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല പ്രണയബന്ധം, പ്രത്യേകിച്ച് ഇഷ്യൂസൊന്നും ഇല്ലാത്തൊരു ബന്ധമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അത്രയേറെ അനുഗ്രഹത്തോടെ യൂണിവേഴ്സിൻ്റെ, ദൈവത്തിൻ്റെ ഒക്കെ അങ്ങേയറ്റം അനുഗ്രഹത്തോടെ നിങ്ങളുടെ പ്രണയം പൂവണിയുക തന്നെ ചെയ്യും എന്നാണ് മറ്റൊരു കൂട്ടർ എനിക്ക് ഇവിടെ വരുന്ന എനർജി. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്ന് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു 2 എനർജീസാണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ എനർജിക്കും നിങ്ങളുടെ സ്റ്റോറിക്കും മാച്ച് ആവുന്നത് റെസൊണേറ്റ് ചെയ്യും. അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക. ഓക്കെ.